അപ്പോൾ നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ മൈസോണിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് ക്യാഷ് കറോത്തോടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി 1500 രൂപ ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ സെപ്റ്റംബറിൽ എടുക്കുകയാണെങ്കിൽ നമുക്കിത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിന് നമ്മുടെ കാർഡ് ഡെലിവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറുതായിട്ട് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒരു ഷോർട്ടായിട്ട് തന്നെ പറഞ്ഞു പോവാം. അതിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് നമ്മുടെ സോണി ലൈവിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വിഗ്ഗിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് 40% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇത്ര കാലം ശരിക്കും ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡ് അല്ലായിരുന്നു. 500 രൂപ മിനിമം GST പ്ലസ് വരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ജോയിൻ ഫീസും അതുപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും സെപ്റ്റംബർ ഫുള്ള് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക, ഞാൻ എന്തായാലും മുകളിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ കൂടെ ലിങ്ക് കൂടെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ ക്യാഷ് ബാക്കും കിട്ടും. എക്സ്ട്രാ ക്യാഷ് കറോത്തൂടെ എടുക്കേണ്ടത്. അപ്പോൾ ഈസിയാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ആ ആപ്പിൽ കൂടെ കയറിയിട്ട് അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. പിന്നെ പോരാത്തതിന് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അപ്രൂവ് ആവുള്ളതും കൂടുതലാണ്. എന്താ വെച്ചാൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്രൂവ് ആയുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ഒരു ഇൻകം ഡോക്യുമെൻറ്റ്സോ ഒന്നും കൊടുക്കണമെന്നില്ല. ജസ്റ്റ് വീഡിയോ KYC മാത്രമേ വന്നുള്ളൂ. അതും അവർ ഓൺലൈൻ അല്ല കൊടുത്ത് അവർ ആക്ച്വലി വീട്ടിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ കൊടുത്ത് ഡീറ്റെയിൽസ് എഴുതിയെടുത്ത് അത്രേ ഉള്ളൂ സംഭവം. 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്രൂവ് ആയി. ഓൾറെഡി അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെലിവർ ആവാൻ കുറച്ച് സമയം എടുത്തു. എനിക്ക് 3-4 ദിവസം എടുത്തു തോന്നുന്നു ഡെലിവർ ആവാൻ. ബ്ലൂ ഡാർട്ട് വഴി തന്നെ എടുത്തത്. ഓൾറെഡി നമ്മുടെ കണ്ട പോലെ തന്നെ ബാക്കിയെല്ലാ ക്രെഡിറ്റ് കാർഡും മോസ്റ്റ്ലി എൻ്റെ ബ്ലൂ ഡാർട്ട് തന്നെ ഡെലിവർ ആവാരെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഏരിയയിൽ സർവീസ് ബ്ലൂ ഡാർട്ടാണ് ബെസ്റ്റ്. എനിക്ക് 2 ദിവസത്തിൽ കിട്ടാറുണ്ട്. പക്ഷേ ഇതെന്താ 3 ദിവസം ആയാന്നറിയില്ല, ചെറിയൊരു ലാഗ് വന്നിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇത് കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ ആ ടൈം കളയണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരു ബിഗിനേഴ്സ് കാർഡാണ്. അപ്പോൾ ഓൾറെഡി ഇതിൽ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിക്കുന്നത് 55,000 കിട്ടിക്കുന്നത് കേട്ടോ. ക്രെഡിറ്റ് ലിമിറ്റ് ഇതിൽ കുറവാണ് ആക്സിസ് ബാങ്കിൻ്റെയും. ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിയത് 55,000. അതുപോലെ തന്നെ ക്യാഷ് ലിമിറ്റ് കിട്ടിക്കുന്നത് 11,000 കിട്ടിക്കുന്നത്. ഞാൻ അതെന്ത് കാണിച്ചു തരാം. കാർഡ് നമ്പറും മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ നിങ്ങൾ കാണണ്ടായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ പൊത്തി പിടിച്ച് വിചാരിക്കുന്നു. അപ്പോൾ ആക്ടിവേഷൻ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആഡ് ഓൺ കാർഡും കാര്യങ്ങളൊക്കെ വേണം. മൈസോൺ നമ്മൾ ഓൾറെഡി നമ്മളെ മുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കും മൈസോൺ കാർഡ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നമ്മുടെ പുറത്തേക്ക് ചാടിപ്പോയി. ഞാൻ അടുത്ത് കാണിച്ചല്ലോ. ഇങ്ങനെ ഒരു സ്റ്റെപ്സ് ടു ആക്ടിവേറ്റ് ദ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഇതിലൂടെ കിട്ടുന്നുണ്ട്. കണ്ടോ, നോർമൽ പോലെ തന്നെ, വേറെ സ്പെഷ്യലായിട്ടുള്ള സംഭവമൊന്നുമില്ല. പിന്നെ നമ്മുടെ മെയിൻ നമ്മുടെ ഇവിടെ കാർഡ് ഇരിക്കുന്നുണ്ട്. ഞാൻ കാർഡ് പൊക്കിയിട്ട് കാണിച്ചു തരാം. കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഫ്രണ്ടിലാണ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഇങ്ങനത്തെ കാർഡുകൾ ഇഷ്ടമാണ്. വെച്ചാൽ പുതിയ ലേറ്റസ്റ്റ് കാർഡുകളൊക്കെ ബാക്കിലാണല്ലോ. നമുക്ക് ധൈര്യമായിട്ട് കാർഡ് എടുത്ത് പുറത്തേക്ക് കാണിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ കാർഡ് വന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ എന്താ പറയുക കവർ ചെയ്തിട്ടുണ്ട്. ഇൻഫോർമേഷൻ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് നിങ്ങൾക്ക് NFC ഡീറ്റെയിൽസൊക്കെ കാണാം. ആക്സിസ് ബാങ്ക്, മൈസോണ്, സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ പേപ്പറിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യമായിട്ട് സംഭവമൊന്നുമില്ല. മെയിനായിട്ട് ചെറിയ റിവാർഡ് പോയിന്റ് സിസ്റ്റത്തിൻ്റെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോണി ലൈവ് പ്രീമിയം ആനുവൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് ഫസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞാട്ടാ. പിന്നെ നമുക്ക് 40% അപ് ടു 120 രൂപീസ് സ്വിഗ്ഗി കിട്ടുന്നുണ്ട്. ബൈ 1 ഗെറ്റ് 1 മൂവി ടിക്കറ്റ് കിട്ടുന്നുണ്ട് Paytm മൂവീസ് കൂടെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഫ്ലാറ്റ് 600 രൂപീസ് AGO ഓഫ് വരും. നമുക്ക് 2000 രൂപയുടെ മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് അക്സസ് കിട്ടുന്നുണ്ട്. അത് എന്താ വെച്ചാൽ അത് വിസ കാർഡാണെന്നുണ്ട്. വിസയാണ്. വിസയുടെ ഒരു ഓഫറാണ് ശരിക്കും കോംപ്ലിമെൻ്ററി ഇട്ടാണ് ലോഞ്ച് അക്സസ് വരുന്നത്. പിന്നെ 1% വ്യൂവൽ സർചാർജ് എവർ കിട്ടുന്നുണ്ട്. നമുക്ക് അതുപോലെ നമുക്ക് 4 എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട് ഫോർ എവരി 200 രൂപീസ് സ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ ബാക്ക് സൈഡിൽ നമുക്ക് വരുന്നുണ്ട് അപ് ടു 20% പാർട്ണർ റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ നമുക്ക് എങ്ങനെ അതിൻ്റെ പിന്ന് സെറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. വേറെ സെപ്പറേറ്റ് ഒന്നും ഇല്ലാന്ന് കാണിച്ചു തരാം. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ ഉണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇതിന് ആക്ച്വലി നമുക്കൊരു ആക്ടിവേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കസ്റ്റമർ സപ്പോർട്ടിന് അവർ ഓൾറെഡി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കാർഡ് വന്നു കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ആക്ടിവേറ്റ് ആവുള്ളൂ എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക സെയിൽസിൻ്റെ സമയത്ത് നമുക്ക് വല്ല യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷേ അതിന് പണി കിട്ടി. വന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും മോസ്റ്റ്ലി ആക്സിസ് ബാങ്കിന് എല്ലാത്തിനും ഫ്ലിപ്കാർട്ടിൽ ഓഫർ വരാണെന്നുണ്ട്. ഞാൻ എന്തായാലും ഫ്ലിപ്കാർട്ട് അധികം യൂസ് ചെയ്യാറില്ല, അത് വേറെ കാര്യം. എന്നാലും ഓഫർ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് വലിയ കാര്യമൊന്നും കിട്ടിയില്ല. പിന്നെ എന്തായാലും എനിക്ക് ഫ്ലിപ്കാർട്ട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഫ്ലിപ്കാർട്ട് തീരെ ഉപയോഗിക്കാറില്ല. ഞാൻ പ്രൊമോട്ടും ചെയ്യില്ല ഫ്ലിപ്കാർട്ട്. എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് നല്ല ബാഡ് എക്സ്പീരിയൻസ് ആണ് ഫ്ലിപ്കാർട്ട് ഉണ്ടായത്. ഞാൻ എന്തായാലും ആമസോൺ തന്നെ പ്രൊമോട്ട് ചെയ്യുള്ളൂ.
എന്താ വെച്ചാൽ കസ്റ്റമർ സപ്പോർട്ട് മെയിൻ ഒരു സംഭവം തന്നെയാണ്. എന്ത് സാധനമായാലും കസ്റ്റമർ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു സാധനം ചെയ്തിട്ടുള്ള കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ പിന്നെ ഓഫേഴ്സും അതുപോലെ തന്നെ പ്രൊഡക്ട്സും കൂടുതൽ ഇറങ്ങുന്നതൊക്കെ ഫ്ലിപ്കാർട്ട് തന്നെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കസ്റ്റമർ സപ്പോർട്ടിലെത്താൻ എനിക്ക് ശരിക്കും നല്ല പേടിയാണ് ഫ്ലിപ്കാർട്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ട് സൈഡിൽ നിന്ന് പണ്ട് കിട്ടാം. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം ഞാൻ ഫ്ലിപ്കാർട്ട് തീരെ ഉപയോഗിക്കാറില്ല. ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രം വാങ്ങിക്കാനൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഡ്രസ്സും അങ്ങനത്തെ മിനിമം ഒരു മാക്സിമം റേഞ്ചൊക്കെ പോയി കഴിഞ്ഞാൽ 5000 അല്ലെങ്കിൽ ഒരു 8000 രൂപയ്ക്ക് മാക്സിമം ഒക്കെ നമ്മൾ നോക്കാറുള്ളൂ. വേറെ രക്ഷയില്ലെങ്കിൽ, ആമസോണിലൊന്നും രക്ഷയില്ലെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ മൈസൂർ ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സിങ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സെപ്റ്റംബർ ലാസ്റ്റ് കഴിഞ്ഞ വരെ ശരിക്കും ഓഫറിലോട്ട് നമ്മുടെ ആ വീഡിയോ ഞാൻ എന്തായാലും മുകളിലിടാം. നമ്മൾ ആ ലിങ്കിൽ കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1500 രൂപ ക്യാഷ് ബാക്കും കിട്ടും നമുക്ക് ക്യാഷ് കറോ ത്രൂ. ആ ക്യാഷ് കറോ ത്രൂ കിട്ടിയത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഒന്നെങ്കിൽ ആമസോൺ വോച്ചറോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫറും ചെയ്യാം കേട്ടോ. അപ്പോൾ വെറുതെ അത് കളയണ്ട. പിന്നെ അപ്രൂവൽ റേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലാണ്. എന്താ വെച്ചാൽ നോർമലി ആക്സിസ് ബാങ്ക് അത്രയ്ക്ക് അങ്ങനെ അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ് വരാം. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഭയങ്കര എന്താ പറയുക ഹൈ എൻഡ് ക്രെഡിറ്റ് കാർഡ് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവർ ആക്സിസ് ബാങ്ക് അപ്ലൈ ചെയ്താൽ അവർ റിജക്ട് ചെയ്യാനുള്ള പതിവ്. എന്ന് വെച്ചാൽ അവർക്ക് റിജക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ് അവരുടെ ഇവരുടെ എന്ത് പോളിസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രൊമോഷൻ ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചാൻസ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ മൈസൂർ കാർഡ് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മളോട് കമ്പനി ഐ ഡി കറക്റ്റായിട്ട് വേണം നല്ല കിട്ടുള്ളൂ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഒന്നും ചോദിച്ചിട്ടുണ്ടെന്നില്ല. എന്ന് വെച്ചാൽ കമ്പനി ഐ ഡി ഇപ്പോൾ കൊടുക്കാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ കമ്പനി സൈഡിൽ നിന്ന് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള കുറേ കമ്പനികൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്, അതുകൊണ്ട് നമ്മൾ അന്ന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു റിജക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം ഈ ഓഫർ വന്നപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോ എടുത്താണ്. നമ്മൾ ഓൾറെഡി ഒരു ക്യാഷ് കറോ ത്രൂ പ്രൊമോഷൻ ത്രൂ അതിൻ്റെ വീഡിയോ എടുത്താണ്. അപ്പോൾ ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഭാഗമായിട്ട് കിട്ടിയതാണ്. നമുക്ക് എന്തായാലും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടി. എനിക്കന്ന് 1000 രൂപയായിരുന്നു. 1000 രൂപയുടെ ക്യാഷ് ബാക്ക് നമുക്ക് ഓൾറെഡി പെൻഡിങ് കാണിക്കുന്നുണ്ട് ക്യാഷ് കറോയിൽ. അപ്പോൾ ഇത് ഒരു 30 days ആണ് അവർ പറഞ്ഞത്. അത് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും വോച്ചറോ അല്ലെങ്കിൽ സംഭവത്തിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. 𝙑𝙞𝙙𝙯 ആണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ബാക്കിയുള്ള ആയുർവേദ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ സംഭവങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അതുപോലെ ഷോർട്സ് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ കണ്ടിട്ടുണ്ടെന്നായിരിക്കും. ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.